ഹൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് ലീവ്സ് ആണ്. ആദ്യം നോക്കുന്നത്. ലീവ്സിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ആദ്യം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നോർമൽ ലീഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഷേപ്പ് വരച്ചെടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ മുകളിലേക്കൊരു കേവ്, അത് കഴിഞ്ഞ് താഴേക്കൊരു കേവ്, ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒരേപോലെ കേവ് വരച്ചെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു കേവും കൊടുക്കുക. ഇതാണ് സിമ്പിളായിട്ടുള്ള ലീഫ്. മുകളിലേക്ക് ചെയ്ത പോലെ തന്നെ താഴേക്കും കേവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ചെയ്യും നോക്കാം. അപ്പോൾ ഇത് സിംഗിൾ ആയിട്ടല്ലേ. അപ്പോൾ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്കായിട്ട് ആദ്യം ഒരെണ്ണം ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരെണ്ണം, ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കും. ദെൻ ഈ സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഹൈറ്റിലായിട്ട് ഒരെണ്ണം ഇതുപോലെ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചാകുമ്പം ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ സെൻറ്ററിൽ ഇതാ ഇതുപോലെ കേവ്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഒരെണ്ണം ഇതുപോലെ ഒരു സൈഡിലേക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്തത് ഒരെണ്ണം ഏകദേശം ഒരു സൈസിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് സെൻറ്ററിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കേവ്സ് കൊടുക്കാം. ഇത് നമ്മൾ ഡിസൈനിൽ ചെയ്യുമ്പം ഇതിൻ്റെ ഔട്ടർ പോർഷനൊക്കെ തിക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നില്ല, വരയ്ക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഡിസൈനിലേക്ക് കയറുമ്പോൾ ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഔട്ടർ പോർഷനൊക്കെ തിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് തീരെ വരയ്ക്കാൻ അറിയാത്തവർ മാത്രം ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് കാണിച്ചു തരാം. ഇതുപോലെ ലൈന് കൊടുക്കുക. ഡോട്ടഡ് ലൈൻ ആയാലും മതി കേട്ടോ. അതുപോലെ ഒരു ലൈന് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് കൊടുക്കുന്ന ഏരോൻ്റെ അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വരച്ച ലീഫ് ഉണ്ടല്ലോ, ഇത് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കുക. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് സെൻറ്ററിലായില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് തിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി ഇവിടെ ഇതിനെ സെൻറ്റർ ആക്കിയിട്ട് അടുത്തതും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ തീരെ ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ നോർമൽ നേരത്തെ കാണിച്ച മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലീഫ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ലീഫ് ഇതുപോലെ തന്നെ ലീഫിന്റെ ഷേപ്പ് വരയ്ക്കാം. ഇതിന് തൊട്ടടുത്ത് വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ലീഫിന്റെ ഷേപ്പ് വരയ്ക്കുക. ദെൻ സെൻറ്ററിൽ കുറച്ച് മുകളിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ വരയ്ക്കാം. ഇതിൽ വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കേവ്സ് ചെയ്ത് കൊടുക്കുക. അതല്ല ഇത് മൊത്തത്തിൽ ഫില്ലിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രഷറിങ് കൊടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് പ്രഷറിങ് കൊടുത്താലേ കാണാൻ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഒരു ലീഫ് വരയ്ക്കുക. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെയ്തതിൽ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അതേപോലെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രഷറിങ് കൊടുത്തിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലുള്ളതോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ.